നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് 1/6/2026 നമ്മൾ പരാതി കൊടുത്തു. ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ACP ജയൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മൈ വേ ബൈ കല്യാണയുടെ ഒരു വീഡിയോയുമായിട്ട് തന്നെയാണ്. കാരണം നമ്മൾ ആറ്റുനോറ്റി കാത്തിരുന്ന ഒരു വീഡിയോയുടെ റെസ്പോൺസ് അത് വന്നിട്ടുണ്ട്. അതായത് ആദ്യം കല്യാണി ചെയ്തത് എന്തായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ആ ഷോർട്ട് വീഡിയോയിൽ കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും ആ കുട്ടീൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തു. പക്ഷെ എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് എനിക്ക് 1 വീക്ക് കഴിഞ്ഞു, എന്നിട്ട് പോലും അവർ ഒരു റെസ്പോണ്ട് ആയിട്ട് വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ലാസ്റ്റ് അവർ റെസ്പോണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഹോസ്പിറ്റലുകാർ പറയുന്ന വേർഷനും വേറെ, അതേപോലെ തന്നെ കല്യാണി പറയുന്ന വേർഷനും വേറെ. അതേപോലെ തന്നെ ഇതിനകത്ത് കല്യാണി പറയുന്ന ആ ഷോർട്ട് വീഡിയോയിലും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പൊ വന്ന് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ താഴെ കാണുന്ന ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. കല്യാണിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം കേട്ട് നോക്കാം. കല്യാണം ഇതിന് കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ എന്നൊക്കെ പറയുന്നത് ലോകം മൊത്തം എതിരെ നിന്നാലും സത്യം സത്യമല്ലാതെ ആകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം 2 വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതില് ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി ഇതൊക്കെ വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. അതെ, ഇതിൽ കല്യാണം ആദ്യം തന്നെ പറയുന്നുണ്ട്. അതായത് റിയാക്ഷൻകാരുടെ അടുത്താണ് കല്യാണം പ്രത്യേകം എടുത്ത് പറയുന്നത്. 2 ഭാഗം അന്വേഷിച്ചിട്ട് വേണം പറയണം എന്നാണ് പറയുന്നത്. പക്ഷെ കല്യാണം ഒരു ഭാഗത്ത് തെറ്റുണ്ട്. കല്യാണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 വീക്കോളം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 1 വീക്കോളം ആൾക്കാർ കല്യാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആരും, കാരണം അല്ലെങ്കിൽ ആ ഷോർട്ട് വീഡിയോ അപ്പം അപ്ലോഡ് ചെയ്യായിരുന്നു, ലോങ് വീഡിയോ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം കാലതാമസം എടുത്തപ്പോഴത്തേക്കാണ് ആൾക്കാർ അതിനെക്കുറിച്ച് വിളിച്ച് എൻക്വയറി ചെയ്ത് അതിനെക്കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചേക്കണത്. അപ്പൊ എന്തായാലും കല്യാണി ഒന്നില്ലെങ്കിൽ ആ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ആ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു പെട്ടെന്ന് തന്നെ. അതായിരുന്നു കല്യാണി ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് കയറിയിട്ട് ഇപ്പൊ റിയാക്ഷൻകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്റെ വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിനി ഹോസ്റ്റൽ വർഷം നമ്മൾ കേട്ടു ഇനി കല്യാണിയുടെ ലോങ് വീഡിയോ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കേട്ടു നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പില് അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലല്ലോ.
അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിൽ റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ അടയ്ക്കണമെങ്കിൽ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുള്ളത്. വേറെ മേഡം അല്ല, പഴയതിലോട്ട് പോകണ്ട. ഫയൽ ഇവിടെ ഉണ്ട്. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ, കേട്ടോ, എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യമുണ്ട്, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെൻ. ഞാനിപ്പോൾ ACP ജയൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ they said you can move legally. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ബില്ലില്ല, ഫയലില്ല, എല്ലാം സെറ്റ് ആയിട്ട് give us some time. അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിൻ്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവർ ഇനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിലിനി മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതിൽ എഡിറ്റ് ചെയ്താലോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളാൻ. അപ്പം ആ ഒരു സമയം വരെ നമ്മൾ ലീഗലായിട്ട് പോയില്ല. ഇവരോട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽ തരൂ എന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ത്രൂ അയക്കുന്നതും അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്നതും വാട്സപ്പിൽ അയക്കുന്നതും എല്ലാം ഇവരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും നമ്മളുടെ ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തതായിരിക്കും. അവരെപ്പോഴും പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പോകണം. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയോണ്ട് മാത്രമാണ് അവരും വന്ന് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതായത് കല്യാണി പറയുന്നത്, അതായത് ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയുടെ ഒരു ഫേസിലൊരു പാട് വന്നപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ ഇഷ്യൂ ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഫസ്റ്റ് വീഡിയോയിൽ കല്യാണി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിന് BDS MBBS, കല്യാണിക്ക് അതിന്റെ വ്യത്യാസം അറിയില്ല എന്ന് തോന്നുന്നു. BDS MBBS എന്ന് പറയുമ്പോഴത്തേക്ക് BDS ഡെന്റിസ്റ്റിന്റെയാണ്, MBBS അങ്ങനെയുള്ള രീതിയിലാണ് കല്യാണി പറയണത്. അത്രയും നോളജ് കുറവായിരിക്കാം മേ ബി കല്യാണിക്ക്. BDS MBBS പഠിച്ചിട്ട് വന്ന ഡോക്ടേഴ്സ്, അതേപോലെ ഇത്രയും 6 മാസം അങ്ങനെയുള്ള ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് വന്ന ഡോക്ടർ ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് കല്യാണി എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് കല്യാണി വിചാരിച്ചത് എന്നാണ് കല്യാണി നമ്മുടെ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് കല്യാണി പറയുന്നത്. എന്തോ അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി മെറ്റാ ക്ലാസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്തു. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് അതിന് തടസ്സം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് കല്യാണി കിടന്ന് ബഹളം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്.
പക്ഷെ നമ്മളിപ്പോൾ ഈ കല്യാണം കാണിച്ചിരിക്കുന്ന വീട്ടിൽ ഒരു ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല, നോർമലായിട്ടാണ് നിന്ന് എല്ലാ കാര്യങ്ങളും കാണുന്നത്. അതായത് ഇവരുടെ 1-ാം തീയതി ചെന്നിട്ടുള്ള വിഷ്വൽസ് ആണ് ഇവരിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു നോർമൽ, അതായത് ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളും എന്നുള്ള രീതിയിലാണ് ഇവർ അത് ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ ബില്ലും ഡോക്യുമെന്റ് ഒക്കെ ചോദിക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു മനുഷ്യനും സഹജമാണ്, അവർക്ക് ദേഷ്യം ഇതൊക്കെ വരും, എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പൊ 1-ാം തീയതി വന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തന്നെ അവര് നോർമലായിട്ട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവര് എന്താ കാര്യം നമ്മൾ നോർമലായിട്ട് സംസാരിച്ചിട്ട് അതങ്ങ് തരേണ്ടതാണ്. ഇതിപ്പോ ഒരു പ്രശ്നം അവിടെ ഉരുത്തിരിഞ്ഞിട്ട് ആണ് ഇവര് എന്തായാലും അവിടേക്ക് വന്നിരിക്കുന്നത്. അതായത് ആ 1-ാം തീയതി തന്നെ ഇവർ വന്ന് ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണം. ആ പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും പിറ്റേ ദിവസം വന്നിട്ട് ഇവർക്ക് ഇവരുടെ ഡോക്യുമെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടും ഇവർ ലീഗലായിട്ട് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫയല് കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോർമലി എനിക്ക് തോന്നുന്ന നമ്മൾ നല്ല ടേംസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബില്ലോ പേയ്മെന്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് തരും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ നേരത്തായിരിക്കും അവര് അത് ലീഗലായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറയുള്ളൂ അല്ലെ. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇനി അടുത്ത കല്യാണി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പരാതി കൊടുത്തേക്കുന്നത്, ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്, കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്. 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് ഇതാണ്ട് അതിൻ്റെ സീല് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പം അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെ അല്ലേ? അതായത് കല്യാണി ഇതിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിക്ക് ബില്ല് തന്നിട്ടില്ലായിരുന്നു എന്ന് പറയണം. പക്ഷെ ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കല്യാണിക്ക് ബില്ല് തന്നിരുന്നു, പക്ഷെ അത് കുറച്ച് ബില്ല് തന്നുള്ളൂ എന്നാണ് പറയണത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് കല്യാണി 6 സംഖ്യത്തിന് നല്ലൊരു തുക തന്നെ ഈ ക്ലിനിക്കിലോട്ട് ചെലവാക്കിയിട്ടുണ്ട് എന്നാണ് കല്യാണി പറയുന്നത്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ ഇത്രയും ലക്ഷങ്ങൾ ഇറങ്ങണല്ല 6 സംഖ്യ എന്ന് പറയുമ്പോഴത്തേനും. അപ്പൊ എന്തായാലും നമുക്കൊരു ഒരു ടെൻഷനും കാര്യങ്ങളും ഇത്രയും ക്യാഷ് നമ്മൾ ചെലവാക്കി എന്നിട്ട് അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാവും അല്ലെ നോർമലി. പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നാന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത് അങ്ങനെ അല്ല എന്നെനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ 8 വർഷം മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കിനി ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ടൊരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ
ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് കല്യാണിയുടെ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഹോസ്പിറ്റൽ സൈഡ്, അത് ക്ലിനിക് സൈഡിൽ നമ്മൾ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിക്ക് എന്താ സ്റ്റിറോയിഡ് ക്രീംസ് ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണെന്നാണ് പറയണത്. അതിന്റെ ഫുൾ ലോങ് ആയിട്ടുള്ള കല്യാണി വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതുപോലെ കണ്ടു നോക്കുക. സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചിട്ടാണ് കല്യാണിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ കല്യാണി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട് കല്യാണിക്ക് ഹെറിഡിറ്ററി ആയിട്ട്, അതായത് കാരണന്മാരുടെ കയ്യിൽ നിന്ന്, അതായത് അച്ഛനുണ്ട്, പിന്നെ ഇളയമ്മമാർക്കുണ്ട്, അങ്ങനെ ആ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ബർത്ത് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പൊ കല്യാണിക്ക് പേടി കുറച്ചുകൂടി പ്രായം കൂടുന്നവരും ആ ബ്ലാക്ക് ഷെയ്ഡ്, അതായത് എനിക്ക് തോന്നുന്ന പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ കരിമംഗലമൊന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയണമെന്ന് എനിക്ക് തോന്നുന്നു, മലയാളത്തിലായിട്ട് കരിമംഗലം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത് കൂടുമെന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് ഈ കല്യാണി ഈ ട്രീറ്റ്മെന്റിന് പോയത്. കല്യാണി ഈ ട്രീറ്റ്മെന്റിന് പോയത് എന്തൊക്കെ വന്നാലും, അതായത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, അത്രയും ആ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞിട്ട് ആയിരിക്കണം പോയിരിക്കുന്നത്, അല്ലെ? നന്നായിട്ട് സെർച്ച് ചെയ്ത്, കാര്യം കൊല്ലത്ത് നിന്ന് ഈ തിരുവനന്തപുരം വരെ പോകുമ്പോഴത്തേക്കും, പിന്നെ ഈ ഡോക്ടർ എന്ന് പറയുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ, വലിയ വലിയ സ്റ്റാർഡംസ് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരസ്യമൊന്നായിട്ടൊന്നുമില്ല. അവർ തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഇവർ യാതൊരുവിധ വീഡിയോസോ എന്താണ് പ്രൊമോഷൻ വർക്ക് ഇവരൊന്നും ചെയ്യുന്നില്ല. ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതായത് കല്യാണിയുടെ ബർത്ത് മാർക്ക് ഇതാക്കാൻ വേണ്ടി. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട്, ബർത്ത് മാർക്കിനായിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും ആ ഒരു ട്രീറ്റ്മെന്റ്, കാരണം ബർത്ത് മാർക്കിന് ആയിട്ടുള്ളതിന് അവര് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒന്നും അവർ ചെയ്യില്ല എന്നിവർ പറയുന്നുണ്ട്. പക്ഷെ കല്യാണി പറയുന്നത് ആ ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കല്യാണി ട്രീറ്റ്മെന്റ് വന്നത്. പക്ഷെ അവര് പറയുന്നത് കല്യാണിക്ക് വേറെ കൺസേൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഡോക്ടർ പറയുന്നത്. പിന്നെന്ന് പറയുന്ന നേരത്തെ കല്യാണി ഇതിന് കാണിച്ചിരിക്കുന്നത് 1-ാം തീയതി. ഇതിനൊരു മറ്റൊരു വീഡിയോ കൂടി, ഡോക്ടറിന്റെ ഭാഗത്ത് റെസ്പോണ്ട് ചെയ്തിട്ടൊരു വീഡിയോ കൂടി ഉണ്ട്. അതിൽ നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് പറയണത്. അത് വലുതായിട്ട് ഞാൻ അടുത്തൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചെറിയൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നുണ്ടേ, ഈ കല്യാണി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 1-ാം തീയതി വേർഷനാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ തലേ ദിവസം മെയ് 30-ാം തീയതി കല്യാണി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം, 1-ാം തീയതി വന്നിട്ട് കല്യാണിയും ഈ ഹസ്ബൻഡും കൂടി മാന്യമായിട്ടാണ് സംസാരിച്ചിട്ട് പോകുന്നത്. തലേ ദിവസം വന്നിട്ട് കല്യാണി മെയ് 30-ാം തീയതി വന്നിട്ട് ഈ ഡോക്ടറിന്റെ അവിടെ വന്നിട്ട് ഇവര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിളും മറ്റും വന്നിട്ടാണ് അവരാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്ന വിഷ്വൽസ് വരെ ആഡ് ചെയ്തിട്ട് മറ്റൊരു യൂട്യൂബർ സംസാരിച്ച ഒരു വീഡിയോയും ഓഡിയോ റെക്കോർഡ്സും പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഇതിലൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയിപ്പോകും. അത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കല്യാണി എന്തുകൊണ്ട് ആ 30-ാം തീയതി വീഡിയോ അപ്ലോഡ് ചെയ്തില്ല? അതായത് എനിക്കിതിൽ നിന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കോമഡിയാണ്. അതായത് കല്യാണി ഇത്രയും നാളെ ചെയ്ത ക്രീംസിന്റെ പ്രൊമോഷൻസിന്റെ ഒക്കെ വർക്ക് ഉണ്ടല്ലോ, ആ പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്ത്, അതായത് കല്യാണി അതിനകത്തൊക്കെ പറഞ്ഞു ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുത്തു പാറും, അതേപോലെ തന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും എല്ലാം മാറും, സ്കിന്ന് ഭയങ്കര ക്ലിയർ ആൻഡ് ഗ്ലോയി സ്കിൻ ആവും എന്ന് പറഞ്ഞ് നടന്ന കല്യാണി ഇപ്പൊ എന്താ പറയണത്? കല്യാണി ലാസ്റ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അതിനെ പറയണതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരു പാട് വന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ പറയണത് അത് എന്താണ് കരിമംഗലം പോലത്തെ ബർത്ത് മാർക്ക് ആയിരുന്നു, ആ ബർത്ത് മാർക്ക് മാറ്റാനാണ് പറഞ്ഞത്. നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ഏത് സത്യം. ഡോക്ടർ പറഞ്ഞ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ കല്യാണം എടുത്ത് പറയണതാണ്, കാരണം ഒരുപാട് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കിയതല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവികം തന്നെയാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബിൽ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ക്രിയേറ്റേഴ്സ് ആണെങ്കിലും എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ ഫോണിലൂടെ കാണുന്നതുകൊണ്ട് തന്നെ ശരിക്കും അവർ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ടായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്നറിയപ്പെടുന്ന
അവര് നമ്മളെ കാണും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കും, വിശ്വസിച്ച് വാങ്ങിക്കും. അപ്പൊ നിങ്ങളപ്പ ബാക്കിയുള്ള ഈ ആൾക്കാരൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്യത്തിലൊക്കെ കാണുന്നില്ല. അപ്പൊ അവര് പറയണത് ഇല്ല, പരസ്യത്തിൽ കാണുന്നവരെന്ന് പറഞ്ഞാൽ അത് നമ്മള് എന്താ പറയണ, അതൊരു വേറെയാണത്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡെയിലി വ്ളോഗ്സ് കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഇവര് ഈ ഡെയിലി വ്ളോഗ്സിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നൊരു ധാരണ അവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ പ്രൊമോഷൻ വർക്ക് എന്നാണ് ചിലർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വാരി തേച്ച് ഞാനെന്നും പറഞ്ഞിട്ട് ഒരിക്കലും ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആളൊന്നല്ല കേട്ടോ. എനിക്ക് കൂടുതലും എനിക്ക് പിന്നെയും ഒരു ക്രഷാണ് ലിപ്സ്റ്റിക്കിനോട്. എനിക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സിനോട് ഭയങ്കര താല്പര്യം. പിന്നെ കാണുമ്പോഴത്തേനും ഓരോ ക്രീംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെറുതെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഞാനത് ഒരിക്കലും ഒരാളുടെ അടുത്ത് മതി നിങ്ങൾ അത് ഉപയോഗിക്കണം എന്നോട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാറില്ല. എനിക്ക് തോന്നിയ റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് പറയും, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ക്രീംസിനോടൊന്നും എനിക്ക് അങ്ങനെ അഡിക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്ക് കൂടുതലും അഡിക്റ്റ് ഈ ലിപ്സ്റ്റിക്കിനോടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക് നമുക്കറിയാം, നമ്മുടെ ചുണ്ടിന് ഒത്തിരി നല്ലതല്ലെന്ന് നമുക്കറിയാം അല്ലെ. നമ്മളത് നല്ലതല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യണത്. അല്ലാതെ നമ്മുടെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുണ്ടിന് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആരും തന്നെ ഉണ്ടാകത്തില്ല. കാരണം ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അതിനൊരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ലിപ്സ്റ്റിക്കിന് സാധാരണയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പറയാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കുമ്പോഴത്തേനും, അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളതൊരു വീഡിയോ ആയിട്ട് ഇടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ്, ഭയങ്കര ക്രഷ് അടിക്കുന്ന കളേഴ്സിന് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയോട് ഈ കാര്യങ്ങൾ ഇപ്പൊ കല്യാണി പറയുന്നുണ്ട് 1-ാം തീയതി ആണ് കല്യാണി ഈ എന്താ പറയണത് അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലുകാർ രജിസ്റ്റർ ചെയ്ത് പറയുന്നത്. പക്ഷെ ഹോസ്പിറ്റലുകാർ പറയുന്നത് തലേ ദിവസം ഇവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. കാരണം ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ലാസ്റ്റ് അവിടുത്തെ ഒരു കോൺസ്റ്റബിളിനെ അയച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണും. കാരണം ഇതിപ്പോ തന്നെ ലെങ്തി ആയിട്ടുണ്ടാകും. പിന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യം കൊളാബ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ക്ലിനിക്കില് അതായത് ഈ ഡോക്ടറിനോട് ഈ പറയുന്ന കല്യാണി കൊളാബ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. കല്യാണി പക്ഷെ ഇവിടെ പറയുന്ന കല്യാണി അങ്ങനെ ഒരു സംഭവമേ ചോദിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ അവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരതിനുള്ള തെളിവ് തെളിവ് കാണിക്കണം എന്നാണ് പറഞ്ഞത്. പ്രൂഫ് വേണം എന്നാണ് പറയുന്നത്. കാരണം അത് അവർ തെളിയിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ ക്യാമറയാണ്. ഈവൻ ഡോക്ടേഴ്സിന്റെ റൂമിൽ വരെ ക്യാമറ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണി പറയുന്നത് അത് തെളിവ് എന്തായാലും കാണിക്കണം. കാരണം അങ്ങനെ അലിഗേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്ന് പറയാൻ നേരത്ത് അവരെ അതായത് ഒരു വ്ളോഗർ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർ അവരെ ഏറ്റവും കൂടുതൽ അടിച്ച് താഴ്ത്തി പരത്താനുള്ള ഒരു സംഭവമാണ് ഈ കൊളാബ് എന്ന് പറയുന്നത് അല്ലെ. കൊളാബ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവരവിടെ വീഴും. എന്ന് വെച്ചാൽ അവര് കൂടുതലും അവർ ചെയ്യുന്നത് അതായത് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആണെങ്കിലും ഏത് ബ്ലോഗേഴ്സ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും എന്താ ചെയ്യണത്, ഈ കൊളാബ് വഴി അവർ നന്നായിട്ട് ഏൺ ചെയ്യും. അപ്പൊ കൊളാബ് ചോദിച്ചു എന്നാണ് ആര് പറയുന്നത്, ഹോസ്പിറ്റലുകാരുടെ വേർഷൻ. പക്ഷെ കല്യാണി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കല്യാണി പറയുന്നത് 6.25 മാസമേ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തുള്ളൂ. ഒക്ടോബർ 19 അവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഹോസ്പിറ്റൽ സൈഡ് പറയണത് കല്യാണി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തത് 8 മാസത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു എന്നാണ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് പറയുന്നത്. പിന്നെ കല്യാണി പറയുന്നുണ്ട് ഈ കല്യാണിയുടെ ഫേസിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും കാണാനായിരുന്നു. കല്യാണി ചോദിക്കുന്നുണ്ട് എന്റെ ഫേസിന് മാറ്റമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവര് പറഞ്ഞു ഇത് സ്കിന്നിന് ഹൈഡ്രേഷൻ, അത് ബാരിയർ പോയേക്കണുണ്ട്, ഹൈഡ്രേഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പമായിരിക്കും. അപ്പൊ അത് നമ്മളോട് കുറച്ച് ഹൈഡ്രേഷൻ സംതിങ് മെഡിസിൻ അവർ ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് ഫേസിൽ. അപ്പൊ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കല്യാണിക്ക് അതൊന്ന് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ കല്യാണി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി കൊടുത്തിട്ട് ആ മെഡിസിൻ വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കല്യാണി പറഞ്ഞത് ആ മെഡിസിൻ ആണെങ്കിൽ ഭയങ്കര വില, ഒടുക്കത്തെ വിലയുള്ള മെഡിസിൻ ആണ്. അപ്പൊ ആ മെഡിസിൻ തേച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു. അപ്പൊ ലാസ്റ്റ് ആ ഹസ്ബൻഡൊക്കെ പറയുന്നു അത് ഇനി യൂസ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. അത് കേട്ട് പിന്നെ കല്യാണി അത് നിർത്തി കഴിയുമ്പോൾ കല്യാണിക്ക് ഒരു ആശ്വാസമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ടാണ് കല്യാണിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു എന്ന്
കല്യാണി പറയുന്നത്. പക്ഷെ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് ഇവര് BDS MBBS എന്തൊക്കെ പഠിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ 6 മാസം ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് പഠിച്ചിട്ട് പറഞ്ഞത്, അതുകൊണ്ടാണ് കല്യാണിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്നാണ് കല്യാണി ഷോർട്ട് വീഡിയോ പറഞ്ഞത്. രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മളെ ഉണ്ണി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലില് അവര് പറയുന്നുണ്ട്, ഉണ്ണി ബ്ലോഗ്സിലെ കുറച്ച് അതിനകത്ത് ആൾക്കാർ ഉണ്ണി ബ്ലോഗ്സിൽ ഉണ്ണിയും അവരുടെ പാർട്ട്ണറും കൂടി ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഉണ്ണി ബ്ലോഗ്സിൽ. ആ പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാവരും തന്നെ ക്ലിനിക്കിലും മറ്റും പോകുന്നുണ്ട്. പക്ഷെ ഇതാരും ഈ നമ്മൾ കാണുന്ന ആൾക്കാർ ആരും അതായത് ഇത് കാണുന്നുണ്ട്, നമ്മൾ ഫോണിൽ കൂടെ ആൾക്കാർ ഇത് കാണുന്നവരൊന്നും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും തന്നെ ഈ ഗ്ലോയി ആയിട്ട് നല്ല പ്ലംബി ആയിട്ട് സ്കിന്നൊക്കെ ഇരിക്കുന്നത് ഇതുപോലെ ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് പറ്റാവുന്ന കിട്ടുന്ന ക്യാഷിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ ഈ കാണുന്ന ക്രീം തേച്ച് അങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വിളിച്ച് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ എന്തായാലും നമ്മളിപ്പോ കണ്ടത് മുഴുവൻ ഇന്ന് ഈ പറയുന്ന കല്യാണിയുടെ വേർഷനാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആയിട്ടാണ് ഹോസ്പിറ്റൽസ് അതായത് ക്ലിനിക്കിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.